അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ അടുത്ത സ്ഥാനത്ത് വരുന്നത്, അടുത്ത മഖ്റജിൽ വരുന്നത് ലാം കഴിഞ്ഞാൽ, ലാം എന്ന അക്ഷരത്തിന്റെ മഖ്റജ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന അക്ഷരം നൂൻ ആണ്. ന ല ന ല ന എന്ന് പറഞ്ഞു നോക്കൂ. ല കഴിഞ്ഞ ഉടനെയാണ് എന്റെ തൊട്ടടുത്തായിട്ടാണ് ന വരുന്നത്. അത് നാവിന്റെ തലഭാഗം, അതിനോട് നേരിടുന്ന മേലെ മുൻപല്ലുകളുടെ മോണ, അതുമായി ചേർത്തുകൊണ്ടാണ് നമ്മൾ നൂന് പറയുന്നത്. ലാമിന്റെ കുറച്ച് താഴെയായിട്ട് നൂന് പറയാൻ എളുപ്പമാണ്. അതിന്റെ സിഫത്തുകൾ ഒന്ന് ജഹ്റാൻ, അതായത് ന എന്ന് പറയുമ്പോൾ തീരെ ശ്വാസം പുറത്തേക്ക് പോകുന്നില്ല. അതുപോലെ മറ്റൊരു വിശേഷണം തവസ്സുത്ത്, ശബ്ദം നീളുന്നുണ്ട്, പക്ഷേ ചെറുതായിട്ട് മാത്രമേ നീളുന്നു. തീരെ നീളാതിരിക്കുന്നില്ല, അമിതമായി നീളുന്നുമില്ല. ചെറിയ നിലക്ക് മാത്രമേ നൂനിന്റെ ശബ്ദം നീളുന്നുള്ളൂ. ലിൻ ഉമർ എന്നതിലെ അക്ഷരങ്ങളാണ് ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ നിലയിൽ ഒരൽപ്പം ശബ്ദം നീളുന്നത്. മറ്റൊരു വിശേഷണം ഇസ്തിഫാൽ ആണ്. അതായത് വായ മുഴുവൻ നിറയുന്ന രൂപത്തിൽ മുഴക്കി ഉച്ചരിക്കേണ്ട ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങളല്ല. ന, നോ എന്ന് പറയരുത്. ന, അൻഅംത, അൻഅംത. ഇസ്തിഫാൽ, അതായത് നാവ് അതിന്റെ പ്രതലത്തിലേക്ക്, വായുടെ പ്രതലത്തിലേക്ക് താഴ്ന്നുകൊണ്ടാണ് ന എന്ന അക്ഷരം ഉച്ചരിക്കേണ്ടത്. മറ്റൊന്ന് ഇംഫിത്താഹ്, അത് നൂന് പറയുമ്പോൾ വായ തുറന്നിരിക്കുന്നു. അതുപോലെ ഇന്ദിലാഖ്, വളരെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു അക്ഷരം കൂടിയാണ് നൂൻ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് നിയമങ്ങൾ തജ്വീദിന്റെ ഭാഗമായി വരുന്നുണ്ട്. അഹ്കാമുൻ നൂനി അസ്സാക്കിന വത്തൻവീൻ, സാക്കിനായ നൂനിന്റെയും തൻവീനിന്റെയും വിധികൾ എന്ന് വളരെ പ്രധാനമായ ഒരു ഭാഗമുണ്ട്. തജ്വീദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമം കൂടിയാണത്. നൂൻ സുക്കൂനുള്ള നൂനും അതുപോലെ തൻവീൻ, തൻവീൻ ഫത്ഹ, തൻവീൻ കസ്റ, തൻവീൻ ദമ്മ, ഇതിന് പൊതുവായി 5 നിയമങ്ങളാണുള്ളത്. ഒന്നാമത്തേത് ഇൽഹാർ. ഈ നൂനിനെയും തൻവീനിനെയും വളരെ വ്യക്തമായി, തീരെ മണിക്കാതെ വളരെ വ്യക്തമായി ഉച്ചരിക്കുക എന്നതാണ് ഇൽഹാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീരെ മണിക്കരുത്, നൂന് വളരെ കൃത്യമായി പറയുകയും വേണം. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ ഹൽക്കിന്റെ അക്ഷരങ്ങൾ, തൊണ്ടയിൽ നിന്ന് വരുന്ന, തൊണ്ടയിൽ 3 മഖ്റജുകളിലായി 6 അക്ഷരങ്ങളുണ്ട്. ഹംസ്, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ. ഈ 6 അക്ഷരങ്ങളുടെ മുമ്പ് ഈ സാക്കിനായ നൂന് അതുപോലെ തൻവീൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ തീരെ മണിക്കാൻ പാടില്ല. ആ നൂനിനെയും തൻവീനെയും വളരെ കൃത്യമായി, വളരെ വ്യക്തമായി ഉച്ചരിക്കുകയും വേണം. ചില ഉദാഹരണങ്ങൾ നോക്കാം. മൻ ആമന, മൻ എന്ന നൂനിന് ശേഷം ആ എന്ന ഹംസയാണ് വരുന്നത്. മൻ ആമന, മൻ ആമന മണിക്കാൻ പാടില്ല. അതുപോലെ ആ നൂന് വ്യക്തമാകാതിരിക്കാനും പാടില്ല. മൻ ആമന. അദാബുൻ അലീം, അദാബുൻ അലീം, അവിടെ നമ്മൾ വളരെ വ്യക്തമായി ആ തൻവീനിനെ ഉച്ചരിക്കണം. അദാബുൻ അലീം, അദാബുൻ അലീം. ഹാഇന്റെ മുമ്പ് വന്നാൽ ഇൻഹാദ, ഇൻഹാദ എന്ന് മണിക്കാൻ പാടില്ല. ഇൻഹാദ സലാമുൻ ഹിയ, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, സലാമുൻ ഹിയ എന്ന് മണിച്ചു വായിക്കരുത്. അൻഅംത, നൂനിന് ശേഷം ഐന് വരുമ്പോൾ അൻഅംത. അജ്റുൻ അദീം, അജ്റുൻ അദീം. മിൻ ഐനിൻ ആനിയ, മിൻ ഐനിൻ ആനിയ. ഫീ ജന്നത്തിൻ ആലിയ, ഫീ ജന്നത്തിൻ ആലിയ. വൻഹർ, ഗഫൂറുൻ ഹലീം, ഗഫൂറുൻ ഹലീം. ഗൈനിന്റെ മുമ്പ്
إلا من غسلين إلا من غسلين لأسقيناهم ماء غدقا لأسقيناهم ماء غدقا وأما من خفت وأما من خفت مثقال ذرة خيرا يره مثقال ذرة خيرا يره